സാറേ, ഇന്ത്യ വലിയ രീതിയിലുള്ള ഒരു മുൻകരുതൽ പ്രതിരോധ മേഖലയിൽ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നു വിട്ടിരിക്കുകയാണ്. കാരണം പാകിസ്ഥാനിലെ കുറേയധികം പൈലറ്റുമാർ ചൈനയിലാണ് ഇപ്പോൾ ഉള്ളത്. അവരവിടെ ഒരു പരിശീലനത്തിലാണ്, ഒരു ഭയങ്കരമായ ഒരു പരിശീലനത്തിലാണ്. സാർ, എന്താണ് ഈ പരിശീലനം? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെ? പ്രതിരോധ പ്രസിദ്ധീകരണങ്ങളിൽ ഇപ്പോൾ കാണുന്ന ഒരു വാർത്തയാണിത്. ചൈനയിലെ വ്യോമസേനയുടെ കുറേ പൈലറ്റുമാർ പാകിസ്ഥാനിൽ ഈ 5ാം തലമുറ പോർ വിമാനങ്ങളിൽ പരിശീലനത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അത് ചൈനയുടെ FC-31 ഗിർ ഫാൽക്കൺ എന്ന് പറഞ്ഞ വിമാനമാണത്. അത്യാധുനിക 5ാം തലമുറ വിമാനം ആണത്, യുദ്ധവിമാനം. FC-31 ഗിർ ഫാൽക്കൺ, മുൻപ് J-31 എന്നറിയപ്പെട്ടിരുന്ന വിമാനമാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് ഇതുപോലെ ഒരു 5ാം തലമുറ വിമാനം നമ്മുടെ വ്യോമസേനയിലില്ല. അതുകൊണ്ടാണ് ഇത് കുറച്ച് ആകുലത ഉളവാക്കുന്നൊരു സാഹചര്യമായിട്ട് നമ്മുടെ വ്യോമസേന വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ വ്യോമസേന വിദഗ്ധർ വിലയിരുത്തുന്നത്. പല വിദഗ്ധരുടെയും അഭിപ്രായങ്ങളുമൊക്കെ ഞാൻ വായിച്ചിരുന്നു. അതിലൊക്കെ കാണുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഫൈറ്റർ ജെറ്റിൻ്റെയൊക്കെ നിർമ്മാണത്തിൽ നമ്മൾ തന്നെ ഇവിടെ തന്നെ വികസിപ്പിച്ച് നിർമ്മിക്കുക എന്നുള്ള പരിപാടി ആത്മനിർഭർ ഭാരത് അതിൻ്റെ ഭാഗമായിട്ട് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് LCA Mk-1A ഇതാണ് നമുക്ക് ഇതിന് സമാനമായിട്ടൊക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് തടസ്സങ്ങളുണ്ട്, ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതിന് എൻജിൻ അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കിൽ നിന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് കിട്ടുന്നില്ല. ഇതുവരെ ഒറ്റ എൻജിൻ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ജനറൽ ഇലക്ട്രിക് തന്നെ ചൈന ഏറ്റെടുത്തതായിട്ടുമൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. അമേരിക്കയിലെ ധാരാളം വ്യവസായങ്ങൾ, ഹോട്ടൽ വ്യവസായമൊക്കെ ഉൾപ്പെടെ, മൊബൈൽ, ഇതൊക്കെ ചൈന കൊണ്ടുപോയി നിക്ഷേപിച്ച് ഏറ്റെടുത്ത അങ്ങനെ ജനറൽ ഇലക്ട്രിക്കും അവർ ഏറ്റെടുത്തതായിട്ടൊക്കെ ചില സ്ഥലത്തൊക്കെ മുമ്പ് കണ്ടിരുന്നു. എന്തായാലും ജനറൽ ഇലക്ട്രിക്കാണ് നമുക്ക് ഈ വിമാനത്തിന് എൻജിൻ തരേണ്ടത്. അത് ഇതുവരെ വന്നിട്ടില്ല. ഇസ്രയേലാണ് മറ്റേ റഡാർ തരേണ്ടത്, അതും എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തടസ്സങ്ങൾ ഉണ്ട്, കൂടുതൽ പുറകോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഏറ്റവും അത്യാധുനികമായ യുദ്ധവിമാനങ്ങളിൽ പാകിസ്ഥാൻ്റെ പൈലറ്റുമാർ പോയി പരിശീലനം നടത്തുന്നത്. ഇത് പാകിസ്ഥാൻ വിചാരിച്ചിട്ട് ഞങ്ങളുടെ പൈലറ്റുമാരെ പരിശീലിപ്പിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് ചെയ്തതാകാൻ വഴിയില്ല. ചൈന മുൻകൈ എടുത്തിട്ട് അവരുടെ ഒരു പാവ സർക്കാർ ആണ് പാകിസ്ഥാനിലുള്ളത്. അപ്പോൾ എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ട് അതിർത്തിയിൽ പ്രശ്നം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണോ എന്നുള്ള സംശയങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് തേജസ് പരിഷ്കരിച്ചതാണത്. നമുക്ക് ഈ 5ാം തലമുറ പോർ വിമാനം, 5th ജനറേഷൻ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് AMCA, അത് വികസിപ്പിക്കാനായിട്ട് കേന്ദ്രം അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചൈനയുടെ കയ്യിൽ ഇതുണ്ട്, 5th ജനറേഷൻ. നമ്മൾ വികസിപ്പിക്കാനുള്ള അനുവാദം കേന്ദ്രം കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയും കുറച്ച് വർഷം അതിന് പിടിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ ചൈനയ്ക്കും പാകിസ്ഥാനും ഇപ്പോൾ ഈ 5ാം തലമുറ യുദ്ധവിമാനം അത്യാധുനികം അവരുടെ കയ്യിൽ ഏതാണ്ട് ഉണ്ട്. ചൈന J-20 മൈറ്റി ഡ്രാഗൺ ഇന്ത്യൻ അതിർത്തിയിൽ ആ പോർ വിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്, നമ്മുടെ അതിർത്തിയിലുണ്ടത്. പാകിസ്ഥാൻ ഈ 5ാം തലമുറ വിമാനത്തിന് തുർക്കിയുടെ കയ്യിലുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുക, ചർച്ചകളിലാണ്. ചൈനയിൽ നിന്ന് FC-31 ഈ വിമാനം, അത്യാധുനിക വിമാനം ചൈന പാകിസ്ഥാന് കൊടുക്കുകയും ചെയ്യും. നമ്മൾ ചൈനയിൽ നിന്ന് മേടിക്കില്ലല്ലോ, നമുക്ക് തരികയില്ലല്ലോ. അങ്ങനെയുണ്ടല്ലോ. മുമ്പ് മിഗ്ഗിന് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനുമായിട്ട് അടുപ്പമുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കുമായിരുന്നുള്ളൂ. ഇസ്രായേലിന് കൊടുക്കില്ല, അമേരിക്കയ്ക്കും കൊടുക്കില്ല. അങ്ങനെ ഒരു MiG-21 ഇറാഖിൽ നിന്ന് തട്ടിയെടുക്കുകയാണ് ചെയ്തത് ഇസ്രായേൽ, ആ പൈലറ്റിനെ മാറ്റിയിട്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് സംഭവവികാസങ്ങൾ കാരണം ഇന്ത്യ കുറച്ച് ഉറച്ച തീരുമാനങ്ങൾ കേന്ദ്രം എടുക്കണം
എന്ന് ഈ വ്യോമസേന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇപ്പോൾ മുൻ എയർ വൈസ് മാർഷൽ അനിൽ ഘോസ്ല പറയാണ്, നമ്മൾ ഈ ആത്മനിർഭരത മാത്രം പോരാ, നമുക്ക് 2 സ്ക്വാഡ്രൺ റഫേൽ വിമാനങ്ങൾ കൂടി വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് മുദ്രാവാക്യം മാത്രം പോരാ, സാധനം നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ 2 സ്ക്വാഡ്രൺ റഫേൽ കൂടി വാങ്ങിക്കുക. സെപ്റ്റംബറിൽ മറ്റേ എൻജിൻ വരുന്നൊക്കെ പറയുന്നുണ്ട് ജനറൽ ഇലക്ട്രിക്കിൽ നിന്ന്. അതൊക്കെ പറച്ചിൽ മാത്രമാണ്. HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പഴയ യൂസ്ഡ് എൻജിൻ മേടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പുലിവാലാവുകയേ ഉള്ളൂ. അപ്പോൾ IAF കയ്യിലുള്ള ഇപ്പോൾ പഴയതാണ് ഉള്ളത്. 114 പുതിയ ഈ മീഡിയം റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് 114 വാങ്ങാനായിട്ട് വ്യോമസേന അനുമതി ചോദിച്ചിട്ട് കേന്ദ്രം ഇതുവരെ അനുവദിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അതിന് $20 ബില്യൺ ചിലവ് വരും. ഇവിടെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ അത്രയും വരില്ലല്ലോ. 114 വിമാനങ്ങൾക്ക് 20 ബില്യൺ എന്ന് പറയുമ്പോൾ 1,67,880 കോടി രൂപ വരും. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 സ്ക്വാഡ്രൺ റഫേൽ വിമാനമെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതാണ് വയ്ക്കുന്നത്. MiG-21 ഈ 2025 റിട്ടയർ ചെയ്തു പോകും വ്യോമസേനയിൽ നിന്ന്. പഴയ വിമാനമാണ്. MiG-29 ജഗ്വാർ, അതും പഴയതൊക്കെ അല്ലേ, പ്രാചീന വിമാനം, അതും റിട്ടയർ ചെയ്ത് പോകും അതിൻ്റെ പിന്നാലെ. അപ്പോൾ 42 സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങൾ വ്യോമസേനയ്ക്ക് ആകാം എന്നാണ് ഒരു ചട്ടം വച്ചിരിക്കുന്നത്. ആ സ്ഥാനത്ത് 31 ഇപ്പോൾ ഉള്ളൂ, 11 കുറവാണ്. അതുകൊണ്ടാണ് ഈ പുതിയത് മേടിക്കണം, ഈ ചൈനയുടെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ട് എന്ന് പറയുന്നത്. പിന്നെ ചൈനയുടെ 3 കപ്പലുകൾ ഇപ്പോൾ ഇന്ത്യ സമുദ്രത്തിലുള്ളതായിട്ട് ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണുന്നതായിട്ടും ഈ പ്രതിരോധ പ്രസിദ്ധീകരണങ്ങളിൽ കാണുന്നുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ നേവി അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഗവേഷണ കപ്പലുകളാണെന്നാണ്. വളരെ വലിപ്പമുള്ള കപ്പലുകളാണ്. സിയാങ് യാങ് ഹാങ്ങോ 3, ഷാങ് ഷാൻദാഗ് സ്യൂ, യിങ് വാങ് 7, ഇങ്ങനെ 3 കപ്പലുകളാണ്. ഇത് റിസർച്ച് വെസൽസ്, ഗവേഷണ കപ്പലുകളാണെന്നാണ് അവർ പറയുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ വെച്ചിട്ട് ഇത് ഇന്ത്യൻ തീരത്തിനോടൊക്കെ അതിർത്തിയോടൊക്കെ അടുത്ത് ആയിട്ടാണ് ഇവ കിടക്കുന്നത്. അപ്പോൾ ഇവർ അന്തർവാഹിനികളെ സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പലുകൾ എന്നാണ് വന്നിരിക്കുന്നത് എന്നാണ് സംശയിക്കുന്നത്. ഇതിൽ 100 പേരെ വഹിക്കുന്നതാണ് ഒരു കപ്പൽ. അതിൻ്റെ റേഞ്ച് 15,000 മൈലാണ്. റിമോട്ട് സെൻസിങ് എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇന്ത്യ ഇത് വെറുതെ ശാസ്ത്ര കപ്പലുകളായിട്ട് കരുതുന്നില്ല കേട്ടോ. അപ്പോൾ നേവൽ ഓപ്പറേഷൻ ഡാറ്റ, അന്തർവാഹിനികളുടെ ഡാറ്റ, ഇതൊക്കെ സ്വീകരിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ എന്തൊക്കെയോ അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് തെളിയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ ബംഗ്ലാദേശിൽ ചൈനയ്ക്ക് ബംഗ്ലാദേശിൽ ചൈനയ്ക്ക് ചില പങ്കുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ ചില സ്ഥലത്ത് കാണുന്നുണ്ട്. മറ്റേ പാകിസ്ഥാനും ചൈനയ്ക്കും, അതായത് ചൈന അതുപോലെ പാകിസ്ഥാൻ്റെ ISI ഇവരൊക്കെ പഴയ ഈ മുസ്ലിം ബ്രദർഹുഡ് സംഘടനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവർ പല നീക്കങ്ങളും നടത്തിയതായിട്ടൊക്കെ വാർത്തകളിൽ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലോകത്ത് സമീപകാലത്ത് ചൈന കൂടുതലായിട്ട് ഇടപെട്ട് കാണുന്നുണ്ട്. മുമ്പ് അവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവർ ഉയ്ഗർ മുസ്ലിങ്ങളെ തന്നെ തുടച്ചു നിൽക്കുകയാണല്ലോ ചെയ്യുന്നത് സിൻജിയാങ് പ്രവിശ്യയിൽ. പക്ഷെ ഇപ്പോൾ മുസ്ലിം ലോകത്ത് അവർ കൂടുതലായിട്ട് ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയെ കൗണ്ടർ ചെയ്യാൻ, ഇന്ത്യക്കെതിരെ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെടുന്നു. പാകിസ്ഥാൻ അതുപോലെ ഇന്ത്യ സമുദ്രത്തിൽ ഇടപെടുന്നു. പാകിസ്ഥാന് ഇന്ത്യ സമുദ്രത്തിൽ അവർ പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. വടക്കാണെങ്കിൽ കര ആണ് വടക്ക് ഭാഗത്ത് ഇന്ത്യയുടെ. മിഡിൽ ഈസ്റ്റിൽ ഇടപെടുന്നു ചൈന. GCCയുമായിട്ട് ഊർജ്ജരക്ഷ സംബന്ധിച്ച ചർച്ചകളൊക്കെ നടത്തി കരാറപ്പെടുന്നു. OIC ചൈനയെ ക്ഷണിക്കുന്നുണ്ട് അതിൻ്റെ ഉച്ചകോടിക്കും സമ്മേളനങ്ങൾക്കൊക്കെ.
പക്ഷേ OIC നമ്മൾ ഗൾഫിൽ വലിയ സ്വാധീനമാണെന്നൊക്കെ പറഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റിൽ OIC ചൈനയെ പ്രത്യേക അതിഥിയായിട്ട് വിളിക്കുന്നുണ്ട്. ഇന്ത്യ പുറത്താണ്, ഇന്ത്യയെ വിളിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ അവർ പലസ്തീനിൽ നിന്ന് 14 സംഘടനകളെ വിളിച്ച് ചർച്ച നടത്തിയിരുന്നു ചൈന. അതുപോലെ തന്നെ സൗദിയും ഇസ്രയേലുമായിട്ടുള്ള ഒരു ഉടമ്പടിക്ക് മുൻകൈ എടുത്തിരുന്നു ചൈന. പിന്നെ ISK ഖൊറാസാൻ അവരുടെ ഈ മറ്റേ താലിബാനുമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ അതിനെ അടിച്ചമർത്തുന്നതിന് താലിബാന് സഹായം കൊടുക്കുന്നുണ്ട് ചൈന അഫ്ഗാനിസ്ഥാനിൽ. ഈസ്റ്റ് തുർക്കിസ്ഥാനിൽ റിബൽസിനെ സഹായിക്കുന്നുണ്ട് അവർ. അതുപോലെ തന്നെ ഈ പല തീവ്രവാദികളുടെയും രക്ഷാകർത്താക്കളായിട്ട് ഇപ്പോൾ ചൈന ഭാവിക്കുന്നുണ്ട്. ഇറാൻ സൗദി ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. 14 ഗ്രൂപ്പുകളെ അവിടെ വിളിക്കുന്നു. ഇസ്രയേലിനെ പരിഗണിക്കുന്നില്ല, ഇസ്രയേലിനെ ശത്രുവായിട്ട് തന്നെ കരുതുന്നു. ചൈന ഹമാസിനെ ആ ആക്രമണത്തിൽ ഒക്ടോബർ 7 ആക്രമണത്തിൽ സഹായിച്ചതായിട്ടും ചിലർ സംശയിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മറ്റേ പാകിസ്ഥാൻ അനുകൂല ജമാഅത്തെ ഇസ്ലാമിയായിട്ടൊക്കെ ഇവർ സംസാരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. BNP ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയിൽ നുഴഞ്ഞു കയറിയിരിക്കുകയാണ് ഈ ജിഹാദ് പാർട്ടി ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ അവിടെ ഇപ്പോൾ ബംഗ്ലാദേശിലൊരു പാവ സർക്കാർ വരുന്നത് ഇന്ത്യക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് ചൈന കരുതുന്നത്. അതാണ് ചൈന ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സമുദ്രത്തിലെ അതിർത്തിയിൽ ഒക്കെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്ത്യക്ക് ഭരണം മര്യാദയ്ക്ക് പോകാതെ ഇതിലൊക്കെ ശ്രദ്ധിച്ച് മോദി പൊക്കോളുന്നാണ് വിചാരിക്കുന്നത്. മ്യാൻമാറിലാണെങ്കിൽ ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കണം. ഇന്ത്യയിലാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യക്ക് സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചൈനയുടെ തന്ത്രം. അതിനാണ് ഈ ബംഗ്ലാദേശിൽ ഈ ഭരണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കാലത്ത് അവിടെ നിന്ന് മംഗള തുറമുഖം നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ പുതിയ സർക്കാർ വന്നാൽ അതൊക്കെ പിൻവലിച്ചു എന്നൊക്കെ വരാം. നമ്മളുടെ സൗകര്യങ്ങളൊക്കെ ചിറ്റഗോങ്ങൊക്കെ ചൈനയുടെ കയ്യിലാണ് ഇരിക്കുന്നത്, ചിറ്റഗോങ് തുറമുഖം. അപ്പോൾ അങ്ങനെ പല തരത്തിൽ ചൈന ഈ ഇസ്ലാമിക തീവ്രവാദവുമായി ചങ്ങാത്തത്തിലാണ്, ചങ്ങാത്ത ബന്ധം രൂപീകരിക്കുകയാണ്. അതാണ് ഇന്ത്യക്കുള്ള ഭീഷണി. നമുക്കാണെങ്കിൽ ഇവിടെ റോഹിംഗ്യ കുടിയേറ്റം, ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം, നുഴഞ്ഞുകയറ്റം, അതിർത്തി സംസ്ഥാനങ്ങളിൽ ബംഗാൾ, അസം തുടങ്ങിയ സ്ഥലങ്ങൾ, അതുപോലെ മണിപ്പൂർ, അതൊക്കെ പ്രശ്നത്തിൽ നോർത്ത് ഈസ്റ്റിലൊക്കെ പ്രശ്നമായിട്ട് കിടക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ നമ്മുടെ അവസ്ഥ ദുർബലമാക്കുക എന്നുള്ളതാണ് ചൈനയുടെ ഉദ്ദേശം. മാത്രമല്ല അവർ ഉയ്ഗറിൽ ഈ വംശഹത്യ ചെയ്യുന്നുണ്ടല്ലോ, മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുന്നുണ്ടല്ലോ, അത് ലോകത്തിൻ്റെ മുമ്പിൽ നിന്ന് മറച്ചു പിടിക്കാനും ഈ തന്ത്രം സഹായിക്കുന്ന ചൈന കരുതുന്നുണ്ടാവാം. മറ്റു സ്ഥലത്ത് ഞങ്ങൾ മുസ്ലിങ്ങളെ സഹായിക്കുന്നു എന്ന് കാണിച്ചിട്ടെ, അപ്പോൾ ലോകം ഈ ഉയ്ഗർ മുസ്ലിങ്ങളെ അവർ ഉന്മൂലനം ചെയ്യുന്നത് മറന്നോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും ഒരു തന്ത്രം ഇതിൻ്റെ പിന്നിലുള്ളതായിട്ട് സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യ ജാഗ്രത പുലർത്തേണ്ട സംഭവ വികാസങ്ങളാണ് ചൈനയുടെ ഭാഗത്തു നിന്ന്. പുതിയ എയർക്രാഫ്റ്റ് എത്രയും പെട്ടെന്ന് വരട്ടെ, ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്. അതെ. അല്ലെങ്കിൽ റഫേൽ വിമാനങ്ങൾ 2 സ്ക്വാഡ്രൺ ഗോസ്ല നിർദ്ദേശിച്ചതുപോലെ അതിനുള്ള അനുമതി ഉടനെ തരണം എന്ന് പറഞ്ഞിട്ടാണ് വ്യോമസേന ഇപ്പോൾ വാതിലിലും മുട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ എന്തെങ്കിലും കേന്ദ്ര സർക്കാർ അതിൽ അടിയന്തര നടപടി എടുക്കുന്ന നമുക്ക് വിചാരിക്കാം.